യെസ് വെൽക്കം. നമ്മുടെ പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതെല്ലാം ഏരിയയാണ് ഈ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള നിങ്ങളുടെ ഡൗട്ടിന് ഒരു ഉത്തരവായിട്ടാണ് മിസ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിന്റ് ഔട്ട് എനി 5 ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്യണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു കോളം ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഹെഡ് ഒക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ബേസിസ് കൊടുത്തിട്ടുണ്ട് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി. ഇനി നെക്സ്റ്റ് വരുന്ന സമയത്ത് മിനിമം മെമ്പേഴ്സ് അല്ലെ, പബ്ലിക് കമ്പനിയിൽ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര പേരാണ്? 7 പേരാണ്. പ്രൈവറ്റിലാണെങ്കിൽ ഇത് 2 പേരാണ്. ഇനി നെക്സ്റ്റ് മാക്സിമം മെമ്പേഴ്സ് എത്ര പേര് പറ്റും എന്നുള്ളതാണ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്താണ്, ഇൻഫിനിറ്റ് ആണ്, നമുക്കൊരു കൺട്രോളും ഇല്ല, എത്ര മെമ്പേഴ്സിനെ വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം എത്രയാണ്? 200 ആണ്. ഇനി മിനിമം ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയിൽ 3 പേരും പ്രൈവറ്റ് കമ്പനിയിൽ 2 പേരുമാണ്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്താണ്, പബ്ലിക് കമ്പനിയിൽ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ ഇതെന്താണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഷെയർസ് വാങ്ങാൻ വേണ്ടിയിട്ട്? നമ്മുടെ പബ്ലിക് കമ്പനിയിൽ അത് അലൗഡ് ആണ്, പ്രൈവറ്റ് കമ്പനിയിൽ ഇത് എന്തല്ല, അലൗഡ് അല്ല. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 5 പോയിന്റ്സ് ആണ്, 5 ഡിഫറൻസസ് ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് മ്യൂച്വൽ എഗ്രിമെന്റ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മ്യൂച്വൽ എഗ്രിമെന്റിന്റെ റിസൾട്ട് ആണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഏതാണ് എഗ്രിമെന്റ്? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. പോയിന്റ് ഔട്ട് ഇറ്റ്സ് 4 കണ്ടന്റ്സ്. ഓക്കെ, 5 മാർക്കിന്റെ ചോദ്യമാണ്. അതിന്റെ 4 കണ്ടന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് ഔട്ട് ചെയ്യണം. സോ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട എന്താണ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്? നമ്മുടെ കമ്പനിയുടെ ഫേമിന്റെ പേരുണ്ടാവും, അതോടൊപ്പം തന്നെ അതിന്റെ നാച്ചർ ഉണ്ടാവും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവും, സാലറീസ്, ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ, എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും ഒരു കമ്പനിയെ തുടങ്ങുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്താണ്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. ഇനി ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്? അപ്പൊ അതിന്റെ കണ്ടന്റ്സും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ്, ടേംസും കണ്ടീഷൻസും, പാർട്ട്ണർഷിപ്പിലെ ടേംസും കണ്ടീഷൻസും മെൻഷൻ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിന് ചിലപ്പോൾ എന്താണ്, ഓറൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, റിട്ടൺ ആയിരിക്കാം എന്നുള്ള കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് is a feature of which form of business? Explain its any 4 features എന്നാണ് പറയുന്നത്. പരസ്പരം സഹായിച്ചുകൊണ്ട് സ്വയം സഹായം നേടുക ഏത് തരം വ്യാപാരത്തിന്റെ സവിശേഷതയാണ്? 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അത് ഏതാണ്, നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വോളണ്ടറി മെമ്പർഷിപ്പ് ആണ്, സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് എന്തിലുണ്ട്, നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുണ്ട്. അതുപോലെ തന്നെ മെമ്പേഴ്സിന് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാവും, അവരുടെ കയ്യിലായിരിക്കും ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അതെന്താണ്, സർവീസ് ഓറിയന്റഡ് കൂടിയാണ്. ഇത്രയുമാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് എനി 4 allied service provided by കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് തരുന്ന അതറായിട്ടുള്ള 4 ഫംഗ്ഷൻസ്, അലിയേഡ് സർവീസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അലിയേഡ് സർവീസസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട എന്തൊക്കെയാണ്, നമ്മുടെ ഈ ഒരു കസ്റ്റോഡിയൽ ഫെസിലിറ്റി, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്, ചെക്ക് ഫെസിലിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മൈൻഡിൽ വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഐഡന്റിഫൈ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ്. അപ്പൊ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. 4 മാർക്കിനോ 8 മാർക്കിനോ ചോദിക്കുക. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്നതും നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരാം, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ ഏതൊക്കെ, അതെല്ലാം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ വരാം. സോ നമുക്ക് ആദ്യം നോക്കാം. ദ ഇൻഷുർഡ് വിൽ ബി ഇൻഡംനിഫൈഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ആക്ച്വൽ value of his loss or the sum of insured whichever is less. യഥാർത്ഥ നഷ്ടം അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്ത തുക, ഇതിൽ ഏതാണ് കുറവ്, ആ തുക മാത്രമേ നഷ്ടപരിഹാരമായി ലഭിക്കുകയുള്ളൂ. ഇത് പറയുന്ന ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതേതാണ്, നമ്മുടെ ഇൻഡംനിറ്റി ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
The scrap or remains of the damaged property will become the property of the insurance company after the payment of compensation to the insured. അതായത് നഷ്ടപരിഹാരം ലഭിച്ചു കഴിഞ്ഞാൽ ആ വിഷയ വസ്തുവിലുള്ള എല്ലാ അവകാശങ്ങൾക്കും ഇൻഷൂറർക്കായിരിക്കും. അത് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? നമ്മുടെ സബ്രോഗേഷൻ ആണ്. അല്ലടാ, ഏതാണ്? നമ്മുടെ സബ്രോഗേഷൻ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഷുർഡ് ഷുഡ് ടേക്ക് ഓൾ റീസണബിൾ സ്റ്റെപ്പ് ടു റെഡ്യൂസ് ദ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്ത ആള് എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? നമ്മുടെ മിറ്റിഗേഷൻ ഓഫ് ലോസ് ആണ്. ഓക്കെ, മിറ്റിഗേഷൻ ഓഫ് ലോസ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എഗെയിൻ ആൻഡ് എഗെയിൻ ചോദിച്ചു കാണുന്നതാണ്. ഇത് എപ്പോഴും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 മാർക്കിന് തന്നെയാണ്. പോയിന്റ് ഔട്ട് ദ വാരിയസ് ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ്. ഇ ബാങ്കിങ്ങിന്റെ വാരിയസ് ബെനിഫിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. അപ്പൊ അത് ഏതൊക്കെയാണ്? നമ്മുടെ കസ്റ്റമേഴ്സിനും ബാങ്ക്സിനും ഇത് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കസ്റ്റമേഴ്സിന് എന്താണ്? ഡിജിറ്റൽ ആയിട്ട് പേയ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. 24 hours സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ എവിടെയാണ് ഏത് പ്ലേസിൽ നിന്നുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാനും കൂടെ നമ്മുടെ ഇ ബാങ്കിങ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസ് എ കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നേരെ ബാങ്കിന് വരുന്ന സമയത്ത് എന്താണ്? ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് എന്ത് മാറുന്നുണ്ട്? ഈ ബാങ്കിങ് മാറുന്നുണ്ട്. നമ്മുടെ ഈ ബാങ്കുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഈ ട്രാൻസാക്ഷൻസിലൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണലി ഇവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തിലുണ്ട്? ബാങ്കിലുണ്ട്. അത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? പ്രൊവൈഡ് അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ടു ദ ബാങ്ക്. ഓക്കെ, എന്താണ്? അൺലിമിറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ എന്തിലേക്ക്? ബാങ്കിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? നമ്മുടെ ബ്രാഞ്ച് അല്ലെ, നമുക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട് അവിടെ മാത്രം ട്രാൻസാക്ഷൻസ് നടക്കുക എന്നുള്ള തരത്തിലല്ല ഇത് പോകുന്നത്. ഇവിടെ എന്താണ്? നമ്മൾ നെറ്റ്വർക്കുകളിലൂടെ ട്രാൻസാക്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ബ്രാഞ്ചിന്റെ എണ്ണം വരുന്നത് എന്തല്ല? ഒരു പ്രശ്നമേ അല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലോഡ് ഓൺ ബ്രാഞ്ച് ആസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അല്ലെ, ബാങ്കിന്റെ മുന്നിലുള്ള ഒരുപാട് ക്യൂകളും കാര്യങ്ങളും ഒക്കെ എന്തിലൂടെ? ഈ ബാങ്കിങ്ങിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബെനിഫിറ്റ് ടു ബാങ്ക്സിൽ വരുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, നെയിം എനി 4 resources required for implementing e-business. ഇംപ്ലിമെന്റിംഗ് ഇ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഈ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പോൾ അത് 4 മാർക്കിന്റെ ചോദ്യമാണ്. ഏതെല്ലാം റിസോഴ്സസ് ആണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാനുള്ള ഒരു റിസീവിംഗ് പേയ്മെന്റ് സിസ്റ്റം കൂടെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്. ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മുടെ ഒരു ഫോമിന്റെ പേര് ഗൂഗിളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അത് വെൽ ഡിസൈൻഡ് ആയിരിക്കണം, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടെ നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മിസ്റ്റർ കുമാർ ഈസ് എ ഡീലർ ഇൻ ടെക്സ്റ്റൈൽ ബിസിനസ് ഡൂയിങ് ഹിസ് ബിസിനസ് ത്രൂ ഇ കൊമേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ്? മിസ്റ്റർ കുമാർ ഇ കൊമേഴ്സിലൂടെയാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അദ്ദേഹത്തിന്റെ ബിസിനസ് കണ്ടക്ട് ചെയ്തു പോകുന്നത്. റൈറ്റ് എനി 4 benefits to ഹിസ് ബിസിനസ് ആസ് കമ്പയർഡ് ടു ദ ട്രഡീഷണൽ ബിസിനസ്. അല്ലെ, ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് ഈ ഇ കൊമേഴ്സിനുള്ള അല്ലെങ്കിൽ ഈ ബിസിനസ് നടത്തുന്നതിലൂടെയുള്ള അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബെനിഫിറ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ മെൻഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈഡർ സ്കോപ്പ് ഉണ്ട്. അതുകൂടാതെ എന്താണ്? നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമുക്ക് പോകാം. ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ആൻസറിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മെൻഷൻ എനി 5 differences between ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ് ആണ്. ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മളോട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ 5 പോയിന്റ് മതി. മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 5 പോയിന്റ്, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു 5 പോയിന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈസ് ഓഫ് ഫോർമേഷൻ. ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഈ ബിസിനസ് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ലൊക്കേഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്ന സമയത്ത് ട്രഡീഷണൽ ബിസിനസ് എപ്പോഴും എന്താണ്? മാർക്കറ്റിനടുത്തോ അതും അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയ സ്ഥലത്തോ ഒക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഈ ബിസിനസ്സിൽ ഇങ്ങനെ ലൊക്കേഷൻ റിക്വയർമെന്റ്സ് എന്തില്ല, ഉൾപ്പെട്ടുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ ഫിസിക്കൽ പ്രസൻസ് ആണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഫിസിക്കൽ പ്രസൻസ് റിക്വയർഡ് ആണ്, ഈ ബിസിനസ്സിൽ എന്താണ്? നോട്ട് റിക്വയർഡ് ആണ്. ഇനി നേരെ വരുന്നത് നമ്മൾ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പിലൊക്കെയാണ്. ട്രഡീഷണൽ ബിസിനസ് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരുപാട് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഹൈ ആണ്. ഇനി ഈ ബിസിനസ്സിൽ ഇതെന്താണ്? ലോ ആണ്.
ഓക്കെ, ഇനി നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പറയാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ട്രഡീഷണൽ ബിസിനസ്സിൽ ഹൈ ആവുന്ന സമയത്ത് ഈ ബിസിനസ്സിൽ ഇത് ലോ ആണ്. ഈ ഒരു 5 പോയിന്റ്സ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഏതാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ 5 പോയിന്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, point out any 5 differences between memorandum of association and articles of association. 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ ഇങ്ങനെ ഒരു കോളം പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഡിഫറൻസസ് വിശദീകരിക്കണം. സോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ചാർട്ടർ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റിനും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് മെയിൻ ഡോക്യുമെന്റ് ആണെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സബ്സിഡറി ഡോക്യുമെന്റ് ആണ്. ഇനി നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, ഇറ്റ് ഡിഫൈൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ് അല്ലെ. ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ആരാണ്, നമ്മുടെ സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെയാണ് എന്തിലുണ്ടാവുക, നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, ഇറ്റ് ഡിഫൈൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട എന്താണ്, ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ഇവിടെ കണ്ടിട്ടില്ലേ, അപ്പൊ എന്താണ്, ഓർഗനൈസേഷന്റെ ഉള്ളിലാണ്. ഓക്കെ, അവിടെ വരുന്ന കമ്പനിയും കമ്പനിയിലെ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്തിലുള്ളത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലുള്ളത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എല്ലാ കമ്പനികൾക്കും എന്താണ്, കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തല്ല, നോട്ട് കമ്പൽസറി ആണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് ഇമ്പോർട്ടന്റ് ബേസിക് ഫംഗ്ഷൻസ് സച്ച് ആസ് ഒബ്ജക്ട്സ്, ക്യാപിറ്റൽ, പവർ എക്സെട്ര. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇറ്റ് മെൻഷൻസ് വേസ് ആൻഡ് മീൻസ് ബൈ വിച്ച് ദ ഒബ്ജക്ട്സ് ക്യാൻ ബി അച്ചീവ്ഡ്. നമുക്ക് ഏതെല്ലാം തരത്തിലൂടെ നമ്മുടെ ഒബ്ജക്ട്സ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what is meant by memorandum of association, explain any 4 clauses എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതും 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ഒരു കമ്പനിയുടെ ചാർട്ടർ ഓഫ് ദ കമ്പനി എന്നറിയപ്പെടുന്ന നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഇതാണ് ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതിന്റെ 4 ക്ലോസസ് ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു 4 ക്ലോസസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഇതിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു 4 ക്ലോസസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദ നെയിം ക്ലോസ് ഉണ്ട്, രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്, ഒബ്ജക്ട് ക്ലോസ് ഉണ്ട്, ലയബിലിറ്റി ക്ലോസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഉണ്ട്, ക്യാപിറ്റൽ ക്ലോസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 ക്ലോസ് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. ഓക്കെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിഫറെന്റ് ഗുഡ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ അല്ലേ. സോ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, അവിടെ അഡീഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്, വരുന്ന കസ്റ്റമേഴ്സിന് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തില് റീഡിംഗ് റൂം, പ്രയർ റൂം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ അവൈലബിൾ ആണ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. സെൻട്രലൈസ്ഡ് ലൊക്കേഷൻസിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആയിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. നമ്മുടെ മിഡിൽ മാൻമാരെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്താണ്, വെറൈറ്റി ഓഫ് ഗുഡ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആവുന്നുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ഷോർട്ട് എസ്സേസ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡബിൾ പാസ് ആവാനുള്ള എല്ലാ വാക്കുകളും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ്.